മാത്സിലെ വിവിധ ടോപ്പിക്കുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പെട്ടെന്ന് നമ്മൾ ചെയ്ത് പരിചയപ്പെട്ട ചോദ്യങ്ങളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു സെഷനിലേക്ക്. നമ്മൾ ഇന്ന് മുതൽ ചെയ്യുന്നത് ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതായത് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കും, പിന്നീട് നമ്മൾ തറവാകുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടിയിട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചോദ്യങ്ങളൊക്കെ ചെയ്ത് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഡൗട്ട് വരുന്ന ഭാഗങ്ങളാകുമ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ തരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും കൂടെ പറ്റും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കില്ല പോവുക. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്താണ് ഷഫിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുക. പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക്സ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്കായിട്ട് തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ടേക്കും കൂടെ പോകാനും കൂടെ പറ്റും. ക്ലിയർ? അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് അങ്ങനെ ആരും ഇതുവരെ കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിലെയും വളരെ പ്രധാനമായിട്ട് ഹൈസ്കൂൾ സെഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചാപ്റ്ററിലുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ചർച്ച ചെയ്ത് പോകാനും കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാത്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന് ജനറൽ മാത്സ് തന്നെയാണ്, നമുക്ക് സാധാരണഗതിയിൽ വരുന്ന കുറേ ഭാഗങ്ങളുണ്ട് അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ് നമ്മുടെ PSC സിലബസ് അനുസരിച്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ LP UP എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. SCERT ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ നോർമൽ ടോപ്പിക്ക് പഠിക്കുന്നതിന് കൂടെ തന്നെ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നോർമൽ ടോപ്പിക്ക് വൈസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് പുറമെ ചില കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തറവാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള സെഷൻസ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നോട്ട്സ് തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടൊക്കെ വരുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്ലാരിഫിക്കേഷൻ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇന്ന് മുതലുള്ള ഓരോ ദിവസങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ത്രികോണം എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ജനറലായിട്ട് നമ്മൾ ഓരോ ചോദ്യം കാണുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് ഓരോന്നും ഓരോ മെത്തേഡായിട്ട് തന്നെ മനസ്സിലാക്കുക. ആ രീതിയിൽ തന്നെ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട മറ്റേത് ക്വസ്റ്റൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ത്രികോണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വെറുതെ ഒരു ത്രികോണം എടുക്കുന്നു. അപ്പോൾ ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 3 വശങ്ങളുള്ള രൂപമാണ് ത്രികോണം അല്ലേ. 3 വശങ്ങളാണ് ഒരു ത്രികോണത്തിനുള്ളത്. അപ്പോൾ ആ 3 വശങ്ങളാണ് ഇതാ 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, അതുപോലെ 3, 4, 8 അങ്ങനെ 3 വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റായിട്ട് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളായിട്ടുള്ളൂ, ബാക്കി 3 തെറ്റാണ് അല്ലേ, വശങ്ങളായി വരില്ല. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു കാര്യം, ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കാനുണ്ട്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മുന്നേ മാത്സൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഓരോ ചോദ്യം കാണുമ്പോഴും ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്വന്തമായി ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാത്സ് നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടായി വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താ വരുക, എപ്പോഴും മനസ്സിലാക്കുക, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളാണോ തന്നത് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 3 വശങ്ങൾ ഓരോന്നായിട്ട് കൃത്യമായിട്ടൊന്ന് നോക്കുക. അതായത് ഓരോ ഓപ്ഷൻസിലും നിങ്ങൾക്ക് 3 വശങ്ങൾ വീതം ഇവിടെ തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ വശങ്ങളാവണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ 3 വശങ്ങളിൽ ഏറ്റവും ചെറിയ 2 വശങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇവിടെ 6, 8, 13 ആണ്. അതിൽ 13 ആണ്, ഈ 3 നമ്പർ നോക്കിയാൽ 13 ആണ് വലുത്. അപ്പോൾ അതിനേക്കാൾ ചെറുതാണ് ബാക്കി 2 അല്ലേ. തൊട്ടടുത്ത് നോക്കിയാൽ 3, 4, 8, അവിടെ 8 ആണ് ഏറ്റവും വലുത്. അപ്പോൾ അതിനേക്കാൾ ചെറുതാണ് ബാക്കി 2 എണ്ണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇപ്പോൾ 6, 8, 13 ആണെങ്കിൽ അതിൽ ആ വലുത് ഒഴികെ മറ്റ് 2 ചെറുതുണ്ടല്ലോ. ആ 2 ചെറിയ സംഖ്യകൾ കൂട്ടിയാൽ 3ാമത്തെ സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ ആ 3 എന്തായിരിക്കും, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. പറഞ്ഞ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു 3 വശങ്ങളുടെ അളവുകൾ അല്ലെങ്കിൽ 3 അളവുകൾ നിങ്ങൾക്ക് തന്നിട്ട് അതൊരു ത്രികോണത്തിൻ്റെ വശങ്ങളാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തന്ന 3 വശങ്ങളിൽ ഏറ്റവും ചെറിയ 2 എണ്ണം കൂട്ടിയാൽ 3ാമത്തെ വശത്തേക്കാൾ കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, ത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ എന്തല്ല, ത്രികോണത്തിൻ്റെ വശം അല്ല. ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കോ, അപ്പോൾ ക്ലിയർ ആവും. ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം നമുക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത് നോക്കിയേ,
6, 8, 13 ഏറ്റവും ചെറുത് 6, 8 ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14 വരിക അല്ലേ. 6ഉം 8ഉം കൂട്ടിയാൽ നമുക്കറിയാം 14 സംഖ്യ വരിക. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൂന്നാമത്തെ വശമായ 13നേക്കാൾ വലുതാണ്. അപ്പോൾ ഇതെന്താണ് ത്രികോണത്തിൻ്റെ വശങ്ങളാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യത എന്നല്ല അതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം വരും. ബാക്കി 3ഉം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. അടുത്ത നോക്കിയേ 3, 4, 8 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 3ഉം അതുപോലെ 4ഉം ആണ് അല്ലേ. അപ്പോൾ 3ഉം 4ഉം കൂട്ടി നമുക്കിവിടെ 7 വരിക. 7 എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തേക്കാൾ ചെറുതാണ്. നമുക്ക് വേണ്ടത് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ഇതെന്തല്ല ത്രികോണത്തിൻ്റെ വശമല്ല, ഇതല്ല. അടുത്ത 4, 5, 9 കൂട്ടി നോക്കിയേ 4ഉം 5ഉം ആണ് ഏറ്റവും ചെറിയ വശങ്ങൾ. അത് രണ്ടും കൂട്ടി 9 വരിക. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം ത്രികോണത്തിൻ്റെ വശമാവണമെങ്കിൽ. അപ്പോൾ ഇവിടെ എന്തല്ല ഇത് 9 തുല്യമാണല്ലേ, തുല്യമായിട്ടും കാര്യമില്ല. അപ്പോൾ ഇതും അല്ല. ലാസ്റ്റ് 16, 4, 7 ഇവിടെ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ 4ഉം 7ഉം ആണ് അല്ലേ. അപ്പോൾ ഈ 4ഉം 7ഉം കൂടെ കൂട്ടി നോക്കി നിങ്ങൾ 7ഉം 4ഉം കൂട്ടിയാൽ 11 വരിക. 11 എന്ന് പറയുന്നത് മൂന്നാമത്തെ വശമായ 16നേക്കാൾ ചെറുതാണ്. നമുക്ക് ചെറുതായിട്ട് കാര്യമില്ല, കൂടുതലാവണം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ അറിയാത്തവരുടെ നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് ചെറിയ വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ ആ 3 വശങ്ങൾ എന്തായിരിക്കും ത്രികോണത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു പോയിൻ്റാണ്. ഇത് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 19, 10ാം പദം 39 ആയാൽ ആ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം ഏത് എന്നാണ് ചോദിച്ചത്. ഈ ഒരു ചോദ്യം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ സമാന്തര ശ്രേണി ഒന്നാമത്തെ പാഠഭാഗമാണ് 10ാം ക്ലാസ്സിൽ. അപ്പോൾ അതിലത്തെ ഒരു ചോദ്യമാണ്. അവിടെ കുട്ടികൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ നമുക്കും അതേ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്തായാലും കവർ ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ 8, 9, 10 എന്തായാലും ചെയ്തിട്ടുണ്ടാവണം. കഴിഞ്ഞ LP UP എക്സാമിനൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതലും വന്നത്. ഓക്കെ, 10 ചോദ്യങ്ങളായിരുന്നു വന്നത്. അതിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ബേസിക്കായിട്ട് എപ്പോഴും വരുന്ന ടൈപ്പ് കുറച്ചെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. അതിന് മുന്നേ എന്താണ് സമാന്തര ശ്രേണി? നിങ്ങൾ ഒരുപാട് ആളുകൾ പഠിച്ചതാണ്, ചിലപ്പോൾ പഠിച്ച് മറന്നു പോയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഒരു സംഖ്യയിൽ തുടങ്ങിയിട്ട് ഒരേ സംഖ്യ, ഒരു സ്ഥിരം സംഖ്യ കൂട്ടി എഴുതുന്ന ശ്രേണിയാണ് നമ്മൾ എന്താ പറയുക സമാന്തര ശ്രേണി. കോമയിട്ട് എഴുതാറുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇതാ, ഇപ്പം ഞാൻ 5 എന്ന് പറയുന്ന ഒരു സംഖ്യ ആദ്യം എഴുതി. ഞാൻ അതിനോട് തുല്യമായ ഒരു സംഖ്യ, അതായത് 2, ഒരു ഉദാഹരണത്തിന് 2, ആ 2 ഞാൻ ഈ 5ൻ്റെ കൂടെ കൂട്ടി എഴുതിയെന്ന് വിചാരിക്കുക. അപ്പം നോക്കിയേ 5നോട് 2 കൂട്ടിയപ്പോൾ 7 വന്നു, 7നോട് 2 കൂട്ടിയപ്പോൾ 9, 9നോട് 2 കൂട്ടിയപ്പോൾ 11. അങ്ങനെ നമ്മൾ തുടർച്ചയായി എഴുതുന്ന ശ്രേണികളെ നമ്മൾ എന്ത് വിളിക്കും? സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ അന്തരം. ഓക്കെ, സമമായ അന്തരം. നോക്കിയേ, ഒരു സംഖ്യയിൽ തുടങ്ങിയിട്ട് ഒരു സ്ഥിര സംഖ്യ കൂട്ടി എഴുതുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഇതിനടുത്ത് ഒന്ന് നോക്കിയതാ 10, 13 അല്ലേ, 16, 19 ഇങ്ങനെ എഴുതി നോക്കിയേ ഞാൻ 10 എന്ന് പറഞ്ഞ സംഖ്യയിൽ തുടങ്ങി. പിന്നെ നോക്കി അതിനോട് 3 കൂട്ടിയപ്പോൾ 13 വീണ്ടും 3 കൂട്ടിയപ്പോൾ 16 വീണ്ടും 3 കൂട്ടിയപ്പോൾ 19. അങ്ങനെ ഒരു തുല്യമായിട്ടുള്ള ഒരു സംഖ്യ കൂട്ടി എഴുതുന്ന ശ്രേണികളാണ് സമാന്തര ശ്രേണി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആദ്യം കാണുന്ന സംഖ്യയെ നമ്മൾ ആദ്യ പദം എന്ന് പറയും. ആദ്യ പദം ഓക്കെ, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് പറയും. രണ്ടാമത് കാണുന്ന സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം, മൂന്നാമത് ആ ക്രമത്തിൽ അങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, ഇതാണ് സമാന്തര ശ്രേണി. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഒരു സ്ഥിര സംഖ്യ ഇങ്ങനെ കൂട്ടി എഴുതുന്ന ശ്രേണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടാൻ എടുക്കുന്ന ആ സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേര് പൊതുവ്യത്യാസം എന്നാണ് പറയുക. പൊതുവ്യത്യാസം. ഓക്കെ, ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. നമ്മൾ ചെറിയ അക്ഷരം D കൊണ്ടാണ് സൂചിപ്പിക്കുക. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഓരോ സമാന്തര ശ്രേണിയിലും രണ്ടാമത്തെ പദത്തിൽ നിന്ന് തൊട്ട് പിന്നിൽ ഒന്നാമത്തെ പദം കുറച്ചാൽ നമുക്ക് ആ വ്യത്യാസം കിട്ടും. അല്ലെങ്കിൽ മൂന്നാമത്തിൽ നിന്നും രണ്ടാമത്തെ കുറച്ച വ്യത്യാസം കിട്ടും. നാലാമത്തെ പദത്തിൽ നിന്നും മൂന്നാമത്തെ കുറച്ചാലും നമുക്ക് വ്യത്യാസം കിട്ടും. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 പദങ്ങൾ എടുത്താൽ, പദങ്ങൾ എന്നാണ് പറയുക, സംഖ്യകൾ എന്നുള്ളതിന് പകരം പദങ്ങൾ എന്നാണ് പറയുക. അടുത്തടുത്ത 2 പദങ്ങൾ എടുത്താൽ അതിൽ രണ്ടാമത്തിൽ നിന്നും ആദ്യത്തേത് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ഉദാഹരണത്തിന് പൊതുവ്യത്യാസം D എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. D സമം, ഇവിടെ ഞാനിതാ രണ്ടാമത്തെ പദം 7 ആണ്, അതിൽ നിന്നും ഒന്നാമത്തെ പദം കുറക്കുന്നു. 7 5 കുറച്ച് 2 എന്ന് വെച്ചാൽ കൂട്ടാൻ ഉപയോഗിക്കുന്ന സംഖ്യ എത്രയാണോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കിക്കോ, അതിനേക്കാൾ കുറച്ച് ലെവൽ കൂടി ഒരു ചോദ്യം ഇത്. ഓക്കെ, ആ ശ്രേണിയിലെ 5ാമത്തെ പദം തന്നിട്ടുണ്ട്, 10ാമത്തെ പദവും തന്നിട്ടുണ്ട്. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പദം കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങളതിന് മുന്നൊരു കാര്യം, ഞാനിവിടെ ഒന്നാമത്തെ പദം 5 എന്ന് എഴുതി. പൊതുവ്യത്യാസം 2 ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ 2 കൂട്ടി, ഒരു തവണ പൊതുവ്യത്യാസം, അതായത് 2 കൂട്ടിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ പദം 7 കിട്ടി. അതിനോട് വീണ്ടും പൊതുവ്യത്യാസമായ 2 കൂട്ടിയപ്പോൾ എനിക്ക് മൂന്നാമത്തെ പദം കിട്ടി അല്ലേ. അതിനോട് വീണ്ടും പൊതുവ്യത്യാസമായി 2 കൂട്ടിയപ്പോൾ നാലാമത്തെ പദം കിട്ടി. അങ്ങനെ ഓരോ തവണയും പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ പദങ്ങളായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊരു ചോദ്യം, ഞാനിവിടെ മൂന്നാമത്തെ പദം എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നെന്ന് വിചാരിക്കാം. മൂന്നാമത്തെ പദം 9 ആണ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം?
മൂന്നാമത്തെ പദം കിട്ടി, അതിനോട് പൊതുവ്യത്യാസം ഒരു തവണ കൂട്ടിയാൽ നമുക്ക് നാലാമത്തെ പദം കിട്ടും. എന്നാൽ പൊതുവ്യത്യാസം ഒന്ന് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ പദം കിട്ടും അല്ലേ? അപ്പോൾ 9 നിന്ന് 2 കുറച്ചു, അപ്പോൾ 7 ആയി. 7 നിന്ന് വീണ്ടും പൊതുവ്യത്യാസം കുറച്ചു, അപ്പോൾ 5 കുറച്ച് വന്നു. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. ഇനി ഇവിടെ നിങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമാന്തര ശ്രേണിയിലെ 5ാമത്തെ പദമാണ് 19. അത് നമ്മൾ എഴുതൽ ഇങ്ങനെയാണ്. 5ാമത്തെ പദം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ എക്സ് എന്നൊക്കെയുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് ഓരോ പദങ്ങളെയും. അതിൽ x1 എന്ന് എഴുതിയ 1ാമത്തെ പദം ഫസ്റ്റ് ടേം, x2 എന്ന് എഴുതിയ സെക്കൻഡ് ടേം രണ്ടാം പദം, x3 എന്ന് എഴുതിയ 3ാം പദം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയേ 5ാമത്തെ പദം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ x5, ഇതിൻ്റെ അർത്ഥം 5ാമത്തെ പദം എന്നാണ് അർത്ഥം. 5ാമത്തെ പദം 19 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് 10ാം പദം. 10ാം പദത്തിന് എങ്ങനെ എഴുതാം? x10 സമം എത്ര കിട്ടി? 10ാം പദം 39 ആണ്. ഇത് രണ്ടുമേ ഇവിടെ തന്നിട്ടുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 1ാമത്തെ പദം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് ശ്രേണിയിലും എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. അതായത് ഇവിടെ ഇല്ല കൂട്ടി എഴുതുന്ന നമ്പർ ഉണ്ടല്ലോ, അത് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അടുത്തടുത്ത സംഖ്യകൾ കിട്ടിയാൽ അതിൻ്റെ വ്യത്യാസം എടുത്താലാണ് പൊതുവ്യത്യാസം കിട്ടുക. ഇവിടെ അടുത്തടുത്ത സംഖ്യകളല്ല, ഇത് 5ാമത്തെ പദമാണ്, ഇത് 10ാമത്തെ പദമാണ് അല്ലേ? ഇവിടെ 1ാമത്തെയും 4ാമത്തെ എന്നൊക്കെ പറയുന്ന പോലെ 5ാമത്തെയും 10ാമത്തെയാണ് തന്നിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് പൊതുവ്യത്യാസത്തിലേക്ക് എത്തുവെച്ച് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. നോക്കിയിട്ട് വെച്ചാൽ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിമ്പിളാണെന്ന് നോക്കിക്കോ. ഇങ്ങനെ നമ്മളോട് ഈ 5ാമത്തെ പദം 10ാമത്തെ പദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനങ്ങളല്ലേ? 5ാമത്തത് 10ാമത്തത് അതൊക്കെ സ്ഥാനങ്ങളല്ലേ? 1ാമത്തെ പദം 1ാം സ്ഥാനം, 2ാമത്തെ പദം 2ാമത്തെ സ്ഥാനം. അതുപോലെ ഇവിടെ സ്ഥാനങ്ങളാണ് തന്നത്. ആ സ്ഥാനങ്ങളിലുള്ള പദങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 5ാമത്തെ പദം എന്ന് വെച്ചാൽ 5ാമത്തെ, അതൊരു സ്ഥാനമാണ്, 5ാം സ്ഥാനം. 10ാം സ്ഥാനം, ആ 10ാം സ്ഥാനത്തുള്ള പദമാണ് 39. 5ാം സ്ഥാനത്തുള്ള പദമാണ് 19. അങ്ങനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, സ്ഥാനങ്ങളും പദങ്ങളൊക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. പൊതുവ്യത്യാസം D എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എഴുതാം. പൊതുവ്യത്യാസം എഴുതിക്കോ. ഇത്ര മാത്രമേ വേണ്ടൂ. സ്ഥാനങ്ങളുടെ വ്യത്യാസം, ഓക്കെ പദങ്ങളുടെ വ്യത്യാസം നിങ്ങൾ ആദ്യം എഴുതുക. പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് പൊതുവ്യത്യാസം D സമം പദങ്ങളുടെ വ്യത്യാസം, അതായത് വ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. സ്ഥാന വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ഇനി നോക്കിയേ, എല്ലാവരും കൃത്യമായിട്ട് നോക്കിയേ. പദവ്യത്യാസം കണ്ടുപിടിക്കണം. പദവ്യത്യാസമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പദങ്ങളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതാണ് 2 പദങ്ങൾ. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ എത്രയാണ്? 2 വലുതും ചെറുതും അങ്ങോട്ട് കുറക്കുക. 39 കുറക്കണം 19 അല്ലേ? ഇനി അടുത്തത് എന്താ ചോദിച്ചത്? അടുത്ത സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇവിടെ 10ാം സ്ഥാനം, ഇവിടെ 5ാം സ്ഥാനം. എപ്പോഴും ശ്രദ്ധിക്കുക, 39 19 കുറക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള സ്ഥാനങ്ങൾ തന്നെ കുറക്കണം. 39ൻ്റെ സ്ഥാനം 10ാമത്തെയാണ്, 19ൻ്റെ 5ാമത്തെയാണ്. എന്ന് നോക്കിയേ, 39 നിന്ന് 19 പോയാൽ എത്ര കിട്ടും? 39 നിന്ന് 19 പോയാൽ നമുക്ക് ഒരു മണിയില്ല, 20 ആണ് കിട്ടുക. ഹരിക്കണം 10 നിന്ന് 5 പോയാലോ? 10 നിന്ന് 5 പോയാൽ 5 ആണ്. അപ്പോൾ 20 ഹരിക്കണം 5 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 4 ആണ് കിട്ടുക. പൊതുവ്യത്യാസം കിട്ടി. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യനിലുള്ള സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 4 ആണ്. അതായത് 1ാമത്തെ പദം കിട്ടി, അതിനോട് 4 കൂട്ടിയ 2ാമത്തെയായി, വീണ്ടും 4 കൂട്ടിയപ്പോൾ 5, 3ാമത്തെയായി, അങ്ങനെ 4 കൂട്ടി പോകുന്നു. നമുക്ക് പക്ഷേ അതൊന്നല്ല വേണ്ടത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അതാണ് ഇവിടെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്രാമത്തെ പദം? 1ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം 1ാമത്തെ പദമാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും അടുത്ത് ഇപ്പോൾ 5ാമത്തെ പദം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5ാമത്തെ പദം തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5ാമത്തെ പദം കിട്ടിയാൽ എത്ര തവണ പൊതുവ്യത്യാസം കുറച്ചാലായിരിക്കും നമുക്ക് 1ാമത്തെ പദം കിട്ടുക? 5ാമത്തെ പദത്തിൽ നിന്ന് ഒരു തവണ പൊതുവ്യത്യാസം കുറച്ചാൽ 4ാമത്തെ പദമായി. അതിൽ നിന്ന് ഒന്നും കൂടെ പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 3ാം പദം കിട്ടി. വീണ്ടും പൊതുവ്യത്യാസം കുറച്ചാൽ 2ാം പദമായി. ഒന്നും കൂടെ പൊതുവ്യത്യാസം കുറച്ചാൽ 1ാം പദമായി അല്ലേ? എന്ന് വെച്ചാൽ 4 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ മതിയല്ലോ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 5ാമത്തെ പദത്തിൽ നിന്നും 4 തവണ പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ 4 ഗുണിക്കണം പൊതുവ്യത്യാസം. അത് അങ്ങോട്ട് കുറച്ചാൽ മതി. സമവാക്യമായിട്ടൊന്നും പഠിക്കല്ലേ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 5ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ കിട്ടിയത്? ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 19 ആണ്. അതിൽ നിന്ന് 4 തവണ പൊതുവ്യത്യാസം. ഒരു പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ 4, 2 എന്ന് വെച്ചാൽ 8, 3 എന്ന് വെച്ചാൽ 12, 4 എന്ന് വെച്ചാൽ 16. അതിന് 4 തവണ 4 പൊതുവ്യത്യാസം 4 ആണല്ലോ. അപ്പോൾ 19ൽ നിന്നും ഈ 4 ഗുണിക്കണം 4 16 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 19ൽ നിന്നും 16 പോയാൽ 3 ആണ് ആൻസർ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് 3 എന്ന് പറയുന്ന നമ്പറാണ് ആൻസർ ആയിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതാ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് മീൻസ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക കുറച്ച് പണിയാണ്. എന്നാൽ അറിയുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കി ഒന്നും എഴുതണ്ട. അതാ 5ഉം പദവും 10ാമത്തെ പദം കിട്ടി, അവിടെ തന്നെ വ്യത്യാസം 5 കിട്ടി. പദങ്ങളുടെ വ്യത്യാസം 20 കിട്ടി. 20ന് 5 കൊണ്ട് ഹരിച്ച് 4 ആയി. അതിന് പെട്ടെന്ന് 1ാമത്തെ പദമാണ് വേണ്ടത്. അപ്പോൾ 5ാമത്തെ പദം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 1 കുറച്ചാൽ മതി. അത്രയേ ഉള്ളൂ. 5 1 കുറച്ച് 4 ആണ്. അപ്പോൾ 4 തവണ പൊതുവ്യത്യാസം കുറക്കണമെന്ന് മനസ്സിലാവും.
ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് നിങ്ങളോട് ഇപ്പോൾ ഒന്നാം പദത്തിന് പകരം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ രണ്ടാം പദം എത്രയാണ്, രണ്ടാം പദം എത്രയാണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. രണ്ടാം പദം ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 5ന്ന് 2 കുറച്ച് നമുക്ക് എത്രയായിട്ട് 3 അപ്പോൾ 3 തവണ പൊതുവ്യത്യാസം ഈ 5ആം പദത്തിൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് SCR ടെക്സ്റ്റ് ബുക്കിലെ മാത്സ് നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ പെട്ടെന്ന് അതായത് ഈ എക്സാം ബേസ്ഡ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ കവർ ചെയ്യാം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഈ മാത്സ് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് സമയം പോകും, നോക്കണം. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റനാണ്. നോക്കിയേ, ഇതാ 0.2ൻ്റെ ക്യൂബ് കുറക്കണം 0.1ൻ്റെ ക്യൂബ് ബൈ ഹരിക്കണം 0.2ൻ്റെ സ്ക്വയർ കൂട്ടണം 0.2 ഗുണിക്കണം 0.1 കൂട്ടണം 0.1ൻ്റെ സ്ക്വയർ. ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇത് എന്താണ്, അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്ത് ചെയ്യും, 0.2 അല്ലേ, 2 ക്യൂബ് എന്നാണ് പറയുക. അപ്പോൾ ഇത് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ എന്ത് ചെയ്യണം, തൊട്ടടുത്തത് 0.1 ക്യൂബ് 0.1ൻ്റെ ക്യൂബ് അത് എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അത് രണ്ടും കിട്ടിൻ്റെ കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം, 0.2ൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം, എത്രയാണെന്ന് നോക്കണം അല്ലേ. പിന്നെന്താണ്, ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും നോക്കണം. അതായത് 0.2 ഗുണിക്കണം 0.1 എത്രയാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ വീണ്ടും ഇതിൻ്റെ സ്ക്വയർ 0.1ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കിട്ടിയ ആൻസറൊക്കെ മേലും താഴെ എഴുതിയിട്ട് വേണം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ. അതൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹരിക്കേണ്ട കാര്യങ്ങൾ വരും. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളിവിടെ ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ 0.2ൻ്റെ ക്യൂബാണ് 0.1ൻ്റെ ക്യൂബാണ്. തൊട്ട് താഴെയും 0.2 0.1 ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ ആകെ 2 സംഖ്യകളാണ് ഉള്ളത് അല്ലേ. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ സർവ്വസമവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മളെ പ്ലേലിസ്റ്റിൽ മാത്സ് LP UP മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വരുന്നൊരു ടോപ്പിക്കാണ് സർവ്വസമവാക്യങ്ങൾ. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശരിക്കും നോക്കിയാൽ ഞാൻ ഈ 0.2ന് പകരം ഒരു A ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 0.2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാലോ A ക്യൂബ് എന്ന് എഴുതാലോ, കുറക്കണം. 0.1 ഞാൻ B ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 0.1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം, B ക്യൂബ് എന്ന് എഴുതാലോ, A ക്യൂബ് ബൈ മൈനസ് B ക്യൂബ്. തൊട്ട് താഴെ 0.2ൻ്റെ സ്ക്വയർ 0.2 നമ്മൾ A ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ A സ്ക്വയർ വരും, കൂട്ടണം. 0.2 ഗുണിക്കണം 0.1 എന്ന് വെച്ചാൽ 1 A 1 B ആണ്. അപ്പോൾ A ഗുണിക്കണം B എന്ന് വെച്ചാൽ AB ആണ്, കൂട്ടണം. 0.1ൻ്റെ സ്ക്വയർ 0.1 B ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ B സ്ക്വയർ ആണ്. ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് A ക്യൂബ് മൈനസ് B ക്യൂബ് ബൈ A സ്ക്വയർ പ്ലസ് AB പ്ലസ് B സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിൻ്റെ ആൻസർ A മൈനസ് B ആണെന്നാണ് കിട്ടുക. ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ശരിക്കും നോക്കി ഇത്രയേ ഉള്ളൂ. A മൈനസ് B ഗുണിക്കണം A സ്ക്വയർ കൂട്ടണം AB കൂട്ടണം B സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് A ക്യൂബ് മൈനസ് B ക്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു സർവ്വസമവാക്യമുണ്ട്. ഓക്കെ, അത് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, എങ്ങനെ വേണമെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസറിൽ എത്താൻ പറ്റും. ഇതിപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സാധനത്തിൻ്റെ അതേ മാതൃകയിലുള്ളതാ. ഞാനിവിടെ എഴുതിയ ഒരു സാധനമുണ്ട് ഈ ബോക്സിലുള്ളതാ. ഇതിൻ്റെ അതേ മാതൃകയിലല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൻ്റെ ഈ ഫസ്റ്റ് പാർട്ടാണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതെല്ലാം കൂടെ ഗുണിച്ചും കൂട്ടാനും കുറക്കാനും ഒന്നും പോകുന്നതിന് പകരം നേരിട്ട് A മൈനസ് B എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ആൻസർ തന്നെയായിരിക്കും നമുക്കിത് ചെയ്താലും കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ Aയുടെ സ്ഥാനത്തായിട്ട് ഇവിടെ എടുത്തത് 0.2 ആണ്, ബിയുടെ സ്ഥാനത്തായിട്ട് എടുത്തത് 0.1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എയിൽ നിന്നും B കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഏത് കുറക്കണം, A 0.2 ആണ്, അതിൽ നിന്ന് 0.1 കുറക്കണം ആണല്ലോ. അപ്പോൾ ഇതാ 0.2 കുറക്കണം 0.1 എത്ര വരുക, എല്ലാവർക്കും കിട്ടും. 2 1 പോയാൽ 1 ആണ്. അപ്പോൾ 0.2 0.1 പോയാൽ എത്ര തന്നെയാണ് കിട്ടുക, 0.1 തന്നെയാണ് കിട്ടുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ, ഓപ്ഷൻ B ആണ്. ക്ലിയർ. അപ്പോൾ സർവ്വസമവാക്യം നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്ര? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ജനറലായിട്ട് വരുന്ന കാര്യമാണ്, ടെക്സ്റ്റ് ബുക്ക് വേസ്റ്റ് അല്ല, ജനറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്താണ് നമുക്കിവിടെ എപ്പോഴും മനസ്സിലാക്കുക, ഈ 2 സൂചികൾക്കിടയിലുള്ള കോണിൻ്റെ അളവ് എത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സമയം തന്നിട്ട് അതിൻ്റെ ഇടയിൽ കോൺ അളവ്, ഈ കോൺ അളവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത് കണ്ടുപിടിക്കണം, അവിടെ ഒരു സമവാക്യമല്ല, ഒരു ട്രിക്ക് പോലെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര മാത്രം മനസ്സിലാക്കുക. 30H 30H മൈനസ് 11/2 m. ഇത് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. 30H മൈനസ് 11/2 m. ഇതിൻ്റെ അർത്ഥം 30H എന്ന് 11/2 m കുറക്കണമെന്നല്ല, ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് വലുതെന്ന് ചെറുത് കുറക്കുകയാണ്. 30H ഒരു സാധനമാണ്, 11/2 വേറെ m വേറൊന്നാണ്. അതിൽ നിന്ന് രണ്ടും കൂടെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് വലുതെന്ന് ചെറുത് കുറച്ചെടുത്താൽ മതി. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ കേവല വിലയായിട്ട് മോഡലസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ മാത്രം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതെന്താണെന്ന് പറഞ്ഞുതരാം. 30H എന്ന് വെച്ചാൽ ഇവിടെ H ഉദ്ദേശിക്കുന്നത് അവർ എന്ന് വെച്ചാൽ മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എത്ര മണിക്കൂറുണ്ടോ അതിനെ 30 കൊണ്ട് ഗുണിക്കണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് M എന്ന് വെച്ചാൽ മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത്. എത്ര മിനിറ്റ് ഉണ്ടോ അതിനെ 11/2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് ഇവിടെ നോക്കിയേ, എല്ലാവരും നോക്കിയേ, 8:15 ആണ് നമ്മുടെ ടൈം അല്ലേ. ശരിക്കും ശ്രദ്ധിക്കണം, 8:15 ആണ് ടൈം. അതിൽ 8 എന്ന് വെച്ചാൽ എന്താ, 8 മണി 15 മിനിറ്റ് എന്ന് വെച്ചാൽ 8 മണിക്കൂറാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ H കിട്ടി 8 ആണ്. രണ്ടാമത് കിട്ടുന്ന ഇതാണ് M മിനിറ്റ്. രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കൊടുത്താൽ മതി.
30H 30H എന്ന് വെച്ചാൽ എന്താണ് 30 ഗുണിക്കണം H എച്ചിൻ്റെ വില ഇവിടെ 8 ആണ് 30 ഗുണിക്കണം 8 എത്ര വരുക പറ 30 ഗുണിക്കണം 8 എന്ന് വെച്ചാൽ എത്ര വരുക എത്ര കിട്ടി 3×8 24 അപ്പോൾ 240 ആണ് വരുക അടുത്തത് 11/2 അല്ലേ 11/2 മിനിറ്റ് ആണ് അപ്പം 11/2 മിനിറ്റ് എന്ന് വെച്ചാൽ എന്ത് വരും എല്ലാവരും പറഞ്ഞേ 11/2 ഇൻറ്റു എം എത്ര വരുക എം എന്ന് വെച്ചാൽ 15 ആണ് 11/2 ഇൻറ്റു 15 നേരിട്ട് 11 ഗുണിക്കണം 15 ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു പക്ഷേ അതിൻ്റെ പകുതി എടുക്കണം അത്രേ ഉള്ളൂ 11/2 ഇൻറ്റു 15 വെച്ചാൽ 11നെ 15 കൊണ്ട് ഗുണിക്കുക അതിൻ്റെ പകുതി എടുക്കുക അല്ലെങ്കിൽ ഇവിടെ പകുതി എടുക്കാൻ പറ്റുന്ന രണ്ട് സംഖ്യകളാണ് ഇല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതി ആദ്യം തന്നെ എടുത്തിട്ട് മറ്റേതുകൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ എല്ലാവരും നോക്കിയേ 11 ഗുണിക്കണം 15 ആണ് നമുക്ക് തന്നിട്ടുള്ള സാധനം 11 ഗുണിക്കണം 15 നിങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് ചെയ്യും അതിന് ട്രിക്ക് ഉണ്ട് ഏത് സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ പറഞ്ഞ സംഖ്യ ഒരു തവണ എഴുതുക രണ്ടാമത് വീണ്ടും തൊട്ട് താഴെ എഴുതുക ഇത് ഇങ്ങോട്ട് എഴുതുക എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി 5 ഈ 5 ഒന്നും കൂട്ടി 6 ഈ വീണ്ടും 1 165 ഉത്തരം അപ്പം 11 ഗുണിക്കണം 15 എന്ന് വെച്ചാൽ 165 ആണ് അതിന് 2 കൊണ്ട് ഹരിക്കണം താഴെ ഹരിക്കാൻ 2 ഉണ്ട് പകുതി എടുക്കണം 165ൻ്റെ പകുതി എത്ര വരുക അതെല്ലാവരും കിട്ടും എത്ര വരുക ഒന്ന് പറഞ്ഞു നോക്കിയേ 165ൻ്റെ പകുതി 160ൻ്റെ പകുതി 80 ആണ് അല്ലേ 80 ആണ് 5ൻ്റെ പകുതി 2.5 ആണ് അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കിയാൽ 82.5 ആണ് വരിക അതും കിട്ടിയല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ശരിക്കും ശ്രദ്ധിക്കണം 30 ഗുണിക്കണം 8 240 കിട്ടിയത് 30 അവർ 30H ആണ് കിട്ടിയത് മറ്റേത് കിട്ടിയത് എന്താ 11/2 M ആണ് കിട്ടിയത് രണ്ടിൻ്റെയും ഉത്തരം കിട്ടി നമുക്ക് അല്ലേ രണ്ടിൻ്റെയും ഉത്തരം 240 ഇതും കിട്ടി അതിൽ നിന്ന് എന്ത് ചെയ്യുക വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ 30H തന്നെ ഇത് കുറക്കണമെന്നില്ല വലുതും ചെറുത് കുറക്കുക അപ്പോൾ ഇവിടെ വലുത് 240 ആണ് അതിൽ നിന്ന് എത്ര കുറക്കുക 82.5 82.5 ആണ് കുറക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിന് ഏറ്റവും ട്രിക്ക് ഉണ്ട് നിങ്ങൾ അത് 240 80 കുറക്കുക അതിൽ നിന്ന് വീണ്ടും 2 കുറക്കുക പിന്നെ ഒരു 5 കുറക്കുക എല്ലാം മൈൻഡ് കാൽക്കുലേഷൻ ആണ് 240 80 പോയാൽ നമുക്കറിയാം 160 ആണ് ആ 160 2 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര വരും 158 ആണ് 158 അല്ലേ അതിൽ നിന്ന് 0.5 പോയാൽ എത്ര വരും 0.5 അര പോയാൽ എത്ര വരും 158 എന്ന് അര പോയാൽ 157.5 അല്ലേ 157.5 ആണ് വരിക ഓപ്ഷനിൽ പോയി നോക്കുക ആൻസർ ഉണ്ടോ ഇതാ ഓപ്ഷൻ സി ആണ് 157.5 ആണ് ആൻസർ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യണം ക്ലോക്ക് വഴി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക എന്താണ് കോണളവ് ചോദിച്ചാൽ ഇത് മാത്രം മനസ്സിലുണ്ടാവണം 30H/11/2 M 11/2 മിനിറ്റ് സംശയമുണ്ടോ ക്ലിയർ ആണോ 30H/11/2 M മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ കുറേ വരും ഞാൻ ടൈമിനനുസരിച്ചിട്ട് ഇന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടാം ഓക്കെ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാം ഇവിടെ എന്താണ് ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ TVയുടെ വില എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചത് ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് നോക്കിയേ ഒരു TV ഉണ്ട് ആ TV കമ്പനി ഓരോ വർഷം കഴിയുമ്പോഴും TVയുടെ വില എന്ത് ചെയ്യുന്നു 5% വീതം കുറച്ചിട്ടാണ് വിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം നിലവിൽ 8000 രൂപയാണ് ഉള്ളത് അത് 2 വർഷം കഴിഞ്ഞാൽ എത്ര പൈസ ആവുമെന്നാണ് ചോദിക്കുന്നത് 8000 രൂപ ആയതുകൊണ്ട് തന്നെ 5% വെച്ച് കുറക്കുന്നതുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും പൈസ കുറവായിരിക്കുമല്ലോ 8000-നേക്കാൾ കുറവായിരിക്കും പക്ഷേ ഓപ്ഷനിലും നോക്കി 8000-നേക്കാൾ കുറവ് തന്നെയാണ് എല്ലാം തന്നത് ചിലപ്പോൾ ഭാഗ്യത്തിന് ചില ഓപ്ഷനൊക്കെ 8000-നേക്കാൾ കൂടുതലുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 8000-നൊക്കെ കുറക്കുകയാണ് അപ്പോൾ നിങ്ങൾ പിന്നെ പലിശയ്ക്കായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണ പലിശ കൂട്ടുപലിശ അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബേസിക്കായിട്ട് അറിയേണ്ടതാണ് ഓക്കെ ഏതെങ്കിലും ചെറിയ ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ അതിന് മുന്നേ ഒക്കെ പഠിക്കുന്നതാണ് ഓക്കെ അപ്പോൾ 5% വീതം കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ രണ്ട് രീതി ചെയ്യാം ഒന്ന് ഞാനൊന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് 5% വീതം കുറയ്ക്കുന്നു അപ്പോൾ ആദ്യത്തെ വില TVയുടെ വില 8000 രൂപയാണ് ഉള്ളത് ആണല്ലോ ഉത്തരം കിട്ടിയവരൊന്ന് നോക്കണം ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക 8000 രൂപ ഒന്നാമത്തെ വർഷം കഴിയുമ്പോഴേക്കും അത് തൊട്ടടുത്ത വർഷം അല്ലേ ഇതിപ്പോൾ 2024 ആണെന്ന് വിചാരിക്കുക 24-ലത്തെ വിലയാണ് ഇതെന്ന് വിചാരിക്കുക വെറുതെ അങ്ങനെയാണെങ്കിൽ 25-ലേക്ക് എത്തുമ്പോൾ അത്രയായിരിക്കും വില കുറയുമല്ലോ 5% കുറയും വീണ്ടും 26-ലേക്ക് എത്തുമ്പോൾ വീണ്ടും 5% കുറയും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ വിലയാണ് വേണ്ടത് അപ്പോൾ തൊട്ടടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ 5% കുറയുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് കാൽക്കുലേഷൻ മനസ്സിൽ ചെയ്യാം ഈ 8000-ന് 5% എത്രയാണെന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് അത് കുറച്ചിട്ട് എഴുതാം അല്ലേ തൊട്ടടുത്ത വർഷത്തെ TVൻ്റെ വില എത്രയായിരിക്കും 8000-ൻ്റെ 5% കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് 8000-ൻ്റെ 10% എത്രയാണെന്ന് നോക്കുക അതിൻ്റെ തൊട്ട് പകുതി എടുക്കുക അപ്പോൾ 10% കാണാൻ അറിയേണ്ടതിൻ്റെ സംശയം വരും അല്ലേ ഒന്നുമില്ല ഈ ഒരു 0 അങ്ങോട്ട് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10% ആണ് 8000-ൽ നിന്നും ഒരു 0 അങ്ങോട്ട് കളഞ്ഞാൽ ഒരു 0 എന്ന് വെച്ചാൽ അറ്റത്തുള്ളൊരു 0 ഒഴിവാക്കിയാൽ കിട്ടുന്ന സംഖ്യയാണ് എത്ര അതിൻ്റെ 10% ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ 8000-ൽ നിന്നും അവസാനത്തെ ഒരു 0 കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 800 ആണ് അതെന്ന് വെച്ചാൽ 8000-ൻ്റെ 10% ആണ് അപ്പോൾ 8000-ൻ്റെ 10% 800 ആണെങ്കിൽ അതിൻ്റെ 5% എത്രയായിരിക്കും 8000-ൻ്റെ 5% എന്ന് വെച്ചാൽ 800-ൻ്റെ പകുതി എടുക്കുക കാരണം 10%-ൻ്റെ പകുതിയാണ് 5% അപ്പോൾ 800-ൻ്റെ പകുതി 400 ആണ് വരിക 5% ഓക്കെ
എന്ന് വെച്ചാൽ 400 വെച്ച് എല്ലാ വർഷം കുറയുന്നതല്ല, അതിലും കാര്യമുണ്ട്, നോക്കാം. അപ്പോൾ തൊട്ടടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും? ഈ 8000-ൽ നിന്നും അതിൻ്റെ 5% 400 നിങ്ങൾ കുറക്കുക. അപ്പോൾ ആൻസർ എത്ര വരും? 7600 വരിക. ഇത് ഒരു വർഷം കഴിയുമ്പോഴുള്ള ടി വിയുടെ വിലയാണ് 7600. നമുക്ക് 2 വർഷം കഴിയുമ്പോഴുള്ളതാണ് വേണ്ടത്. നോക്കിയേ, 2 വർഷം. അപ്പോൾ ഇനി ഇപ്പം നിലവിൽ 7600 ഉള്ളത്, തൊട്ടടുത്ത വർഷത്തേക്ക് എത്തും വീണ്ടും 5% കുറയല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 7600-ന്റെ 5% എത്രയാണെന്ന് നോക്കുക. അതിന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ആദ്യം 10% എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതിൽ നിന്നും 5% കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ 7600-ൽ നിന്നും അവസാനത്തെ 0 കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് അവസാനത്തെ ഒരു സംഖ്യ അങ്ങോട്ട് മാറ്റി നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ 10%. അതായത് 7600-ന്റെ 10% എന്ന് പറയുന്നത് എത്ര കിട്ടുക? 760 കിട്ടുക ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 5% കാണാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും പകുതി എടുക്കുക. 760-ന്റെ പകുതി എത്ര വരിക? 700-ന്റെ പകുതി 350 350 ആണ് അല്ലേ? 60-ന്റെ പകുതി 30. അപ്പോൾ രണ്ടും കൂടി കൂട്ടുക, 350-ഉം 30-ഉം കൂട്ടി നമുക്ക് 380 380 കിട്ടുക. ഇതാണ് 5%. അപ്പോൾ നമുക്ക് ഇനി പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ടി വിയുടെ വില കിട്ടാൻ നിലവിൽ 7600 രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ വീണ്ടും 350 കൂടെ കുറയും. 350 കുറച്ച് എത്ര കിട്ടും? 7600-ൽ നിന്ന് 300 പോയാൽ തന്നെ നിങ്ങൾക്ക് 7000 എത്ര വരും? 300 വരിക. അതിൽ നിന്ന് 80 പോയി കഴിഞ്ഞാൽ എത്ര വരും? 7220 രൂപയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ആൻസർ വരുന്നത് 7220. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൈൻഡ് കാൽക്കുലേഷനല്ലേ? നമ്മൾ എന്തെങ്കിലും സമവാക്യത്തിലേക്ക് ഏതൊക്കെങ്കിലും പോയിട്ടുണ്ടോ? ഒന്നിലേക്കും പോയിട്ടില്ല. മൈൻഡ് കാൽക്കുലേഷൻ വളരെ എളുപ്പത്തിൽ കിട്ടി അല്ലേ? ഇനി ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് ചിലപ്പോൾ എത്രത്തോളം പറ്റുന്നറിയില്ല. ഒന്നാമത്തെ വർഷത്തെ ടി വിയുടെ 8000 രൂപയാണ് വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ടി വിയുടെ 100% വിലയാണല്ലോ 8000 എന്ന് പറയുന്നത്. അതെ, ശതമാനം എപ്പോഴും 100-ലാണ് നമ്മൾ പരമാവധി പറയുക. അതാണ് 8000 രൂപ. ഓക്കെ, 8000 രൂപ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തൊട്ടടുത്ത വർഷത്തേക്ക് പോകുമ്പം 5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. 5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ 5% കുറഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 100% ഉള്ളത് 95% മാറി എന്നല്ലേ? 95% എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 95% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 8000-ന്റെ 100% എന്ന് വെച്ചാൽ 8000 രൂപയാണ്. അപ്പോൾ തൊട്ടടുത്ത വർഷം എന്ന് വെച്ചാൽ 5% എന്ന് വെച്ചാൽ ടി വിയുടെ 90% മാറി അല്ലേ? 90%. അതായത് 8000 ഗുണിക്കണം 95/100 എന്ന് വെച്ചാൽ 100 സോറി 100 95/100 എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? തൊട്ടടുത്ത വർഷം അതിൻ്റെ 100% വിലയില്ല. ഈ 8000-ന്റെ 95% മാത്രമാണ് തൊട്ടടുത്ത വർഷത്തേക്കുള്ള വില. ഒന്നും കൂടി ഒരു വർഷം കൂടി കഴിഞ്ഞാലോ വീണ്ടും ആ നിലവിൽ ഇപ്പോൾ എത്രയാണ് ഉള്ളത് അതിൻ്റെ 95% അത് കുറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനൊന്ന് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം ചെയ്യാം. 2 0 ഇവിടുന്ന് 2 0 പോയി, 1 0 ബാക്കിയുണ്ട്, അത് ഈ 1 0 കൊണ്ട് നമുക്ക് വെട്ടിയാം. ഇനി ഇവിടെ 10 ആണുള്ളത്. ഈ 10-ൽ നമുക്ക് എത്ര 5 ഉണ്ട് വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. 10-ൽ 5 2 തവണയുണ്ട്. അപ്പോൾ 95-ൽ എത്ര 5 ഉണ്ട് നോക്കുക. 9-ൽ 1 തവണയാണ്, 45-ൽ വീണ്ടും 9 തവണ. ഈ 2 ഈ 8-ൽ കട്ട് ചെയ്യാം. 8-ൽ 2 4 തവണ. അപ്പോൾ ബാക്കിയുള്ളത് 4 ഗുണിക്കണം 95 ഗുണിക്കണം 19 വരിക. അത് നിങ്ങൾ ഗുണിച്ച് നോക്കിയാലും 7220 തന്നെയാണ് വരിക. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് നിങ്ങളെ ചോയ്സാണ്. എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യാം. ക്ലിയർ? എൻ്റെ എളുപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മൈൻഡ് കാൽക്കുലേഷൻ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? 7ാം ക്ലാസ്സിലൊക്കെ വരുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പോസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും വീണ്ടും ആവർത്തിക്കില്ല. പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. ഒരു സംഖ്യ ബീജഗണിത രൂപമൊക്കെ ഉപയോഗിക്കാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓപ്ഷനിൽ നിന്നും ആൻസറിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ബീജഗണിതം വഴിയും ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടും വേണം കാണിച്ചു തരാം. സമയം പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കാനല്ലേ. നോക്കാം. അപ്പോൾ ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഒരു സംഖ്യ എന്നേ പറയുന്നുള്ളൂ. ആ സംഖ്യ എത്രയാണെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ നമ്മൾ ഈ ബീജഗണിതം ഉപയോഗിക്കുന്നത് വെച്ചാൽ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ എന്താണ് അക്കങ്ങൾക്ക് പകരം നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബീജഗണിതം ആണല്ലോ. അപ്പോൾ ഞാൻ സംഖ്യ തൽക്കാലം എക്സ് എന്ന് പറയുന്ന ഒന്നായിട്ട് എടുക്കുന്നു. ഈ എക്സും വൈയൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറ് അല്ലേ? ക്ലാസ്സിലൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ സംഖ്യ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് വെച്ചാൽ അപ്പോൾ ഒരു സംഖ്യ എക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഓരോന്നായിട്ട് നമ്മളിതാ വായിച്ച് പോകുന്നത് 5 മടങ്ങ്. ഏത് സംഖ്യയുടെയും മടങ്ങ് എന്ന് വെച്ചാൽ എത്രയാണോ മടങ്ങ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എക്സ് അപ്പോൾ ഇതാ 10-ന്റെ 2 മടങ്ങ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. 10-ന്റെ 2 മടങ്ങ് വെച്ചാൽ അതിൻ്റെ ഇരട്ടി 20. 10-ന്റെ 3 മടങ്ങോ 30. 20-ന്റെ 2 മടങ്ങോ അതിൻ്റെ ഇരട്ടി. 20-ന്റെ 3 മടങ്ങോ 20-ന് ആ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എക്സ് ആണ് സംഖ്യയായിട്ട് നമ്മൾ എടുത്തത്. അതിന് 5 മടങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 മടങ്ങ് എന്ന് വെച്ചാൽ 5x ആയിട്ട് മാറി. അതാണ് 5 മടങ്ങ്. ഇനി ഒരു സംഖ്യയുടെ 5 മടങ്ങ് ഇതുവരെ നോക്കിയാൽ 5x എന്ന് കിട്ടി.
ഇനി ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മടങ്ങ് നമുക്ക് 5x എന്ന് കിട്ടി. ഇനിയോ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ സംഖ്യയുടെ 4 കൂടുതലായത്. അപ്പോൾ ഈ സംഖ്യയോടൊപ്പം 4 കൂടുതൽ എന്ന് പറഞ്ഞാലോ ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ. 4 കൂടുതലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ x ആണ്, അതിനേക്കാൾ 4 കൂടുതൽ എന്ന് വെച്ചാൽ അതിനോട് നമ്മൾ 4 കൂട്ടി. ഇതാണ് 4 കൂടുതലായ സംഖ്യ. 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. എക്സിൻ്റെ 5 മടങ്ങ് വെച്ചാൽ 5x ആണ്. എക്സിനേക്കാൾ 4 കൂടുതൽ എന്ന് വെച്ചാൽ എക്സേ കൂട്ടണം 4. അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 കൊണ്ട് ഗുണിച്ചതിന് തുല്യമായി. അപ്പോൾ എന്താ ചെയ്താൽ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. അതുവരെ കറക്റ്റായി. ഇപ്പോൾ പറഞ്ഞിത്രേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 5 മടങ്ങ്, സംഖ്യ x ആയിട്ട് എടുത്തു, അതിന് 5 മടങ്ങ് എന്ന് വെച്ചാൽ 5x ആയി. ആ 3 മടങ്ങ് 5 മടങ്ങ് എന്ന് പറയുന്നത് അതേ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ്. അപ്പോൾ x എന്ന് പറഞ്ഞ സംഖ്യയാണ്, അതിനോട് 4 കൂടുതൽ എന്ന് വെച്ചാൽ എക്സിനോട് 4 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ 3 മടങ്ങാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത്. അത് അതിന് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റും, ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. അതായത് എക്സ് കൂട്ടണം 4 രണ്ടാമത്തെ സംഖ്യ, അതിൻ്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ അതിനെ മൊത്തത്തിൽ 3 കൊണ്ട് ഗുണിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോന്നിനെയും നമ്മൾ വേറെ 3 കൊണ്ട് ഗുണിക്കണം. 3നെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ 3x ആയിട്ട് മാറും, കൂട്ടണം. 3നെ പിന്നെ 4 കൊണ്ട് ഗുണിക്കണം. 3നെ ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 12 വരും. ഇതാണ് ആ സംഖ്യ. ഇനി എന്താ? രണ്ടും കൂടെ തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മടങ്ങ് എന്ന് പറയുന്നത് 5x-ഉം ഈ 3x കൂട്ടണം 12 എന്ന് പറയുന്നത് തുല്യമാണെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സംഖ്യ നമ്മൾ x ആയിട്ടാണ് എടുത്തത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വിലയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 5x എന്ന് വെച്ചാൽ 3x കൂട്ടണം 12 ആണ്. ഞാൻ ഈ 3x-നെ ഇങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്, ഇങ്ങോട്ടൊക്കെ എടുക്കുന്നു. എന്ന് വെച്ചാൽ എന്ത് വരും? 5x കുറക്കണം 3x ആണ് വരിക. അതിൻ്റെ കാര്യം എന്താ? ഇവിടെ സമത്തിൻ്റെ ഇപ്പുറത്തുള്ള 3x പോസിറ്റീവ് നമ്പറാണ്. അത് സമത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? നെഗറ്റീവായി മാറും. 5x കുറക്കണം 3x സമം 12 എന്നാണ് കിട്ടുക. 5x-ൽ നിന്ന് 3x പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2x ആണ് വരിക. 2x ആണ് 12. ബാക്കിയാണ് ഇവിടെ ഈ സൈഡിൽ എഴുതാം. 2x എന്ന് പറഞ്ഞാൽ 12 ആണ്. എന്ന് വെച്ചാൽ 2 ഗുണിക്കണം എക്സിൻ്റെ വിലയാണ് 12. അപ്പോൾ 2നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 12 വരിക? അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ എക്സ് കാണാൻ ഇത്രയേ ഉള്ളൂ. ആ 12നെ ഈ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6 ആണ് കിട്ടും ആൻസർ. 6 നമ്മുടെ ഉത്തരമായിട്ട് വരിക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 6 ഉത്തരം. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 6 എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ. ഒരുപാട് ഒറ്റ ദിവസം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇന്നത്തെ ഇത്രയും നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു മെത്തേഡ് മോഡലും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ വന്ന് കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി ഞാൻ മറ്റെന്തെങ്കിലും രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും മറ്റൊന്നും ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും കമൻറ്റായിട്ട് എഴുതാം. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. മാത്സ് ഇപ്പോഴേ ഒന്ന് കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. കൂടുതൽ ക്വസ്റ്റ്യൻ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കായിട്ട് മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത്. SCRT പാഠപുസ്തകങ്ങളിലെ മാത്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അതിലൂടെ നമുക്ക് ഉൾപ്പെടുത്താനും കൂടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജായിട്ടും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിലൂടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.